നമസ്കാരം. നമ്മൾ സ്ത്രീകൾ നെടുമംഗല്യം ആഗ്രഹിക്കുന്നവരല്ലേ? നെടുമംഗല്യം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീകളും ഇല്ല അല്ലേ? നല്ല ജീവിതം, സൗഭാഗ്യം, മനസ്സമാധാനം ഇതൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ജപിക്കേണ്ട ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൃഷ്ണഗീതി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാദേവന്റെ പ്രിയപ്പെട്ട തിങ്കളാഴ്ച വ്രതം, തിങ്കളാഴ്ച ഒരിക്കൽ, ഇതേക്കുറിച്ചൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലേ? രണ്ട് സ്ഥലത്തിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എപ്പോഴും ഓരോ അസുഖങ്ങൾ, അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് തിങ്കളാഴ്ച വ്രതം. എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന കുടുംബത്തിലെ കുട്ടികളുടെ സ്വഭാവം പോലും പെട്ടെന്ന് മാറിപ്പോകാം. ഒരു ദമ്പതികളുടെ സ്നേഹവും ഐക്യവും സന്തോഷവും ഒക്കെ ചേരുമ്പോഴാണ് ഒരു കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ അവരുടെ ജീവിതം കണ്ടാണ് വളരുന്നത്. അവിടെ വഴക്കും ബഹളവുമാണെങ്കിൽ അവരും അത് തന്നെയേ പഠിക്കൂ. ഒരു ജീവിതത്തിലെ പൂർണ്ണ വിജയം എന്നാൽ ഒരുപാട് സമ്പത്തോ ആഭരണങ്ങളോ പൈസയോ സ്വത്തോ ഒന്നുമല്ല. ആ കുടുംബത്തെ സമാധാനം തന്നെയാണ്, സന്തോഷം തന്നെയാണ്. നെടുമംഗല്യം, സമാധാനം, സന്തോഷം, നല്ല ജീവിതം ഇതൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അവർക്ക് ജപിക്കേണ്ട ഒരു നാമമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് ചെയ്യേണ്ടത് തിങ്കളാഴ്ച ദിവസമാണ്. കാലത്തോ വൈകിട്ടോ ഇത് ജപിക്കാവുന്നതാണ്. അർദ്ധനാരീശ്വരനായി നിൽക്കുന്ന പാർവതീദേവി, മഹാദേവന്റെ പ്രിയ പത്നിയായ പാർവതീദേവിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ജപിക്കേണ്ട ഐശ്വര്യപ്രധാനമായ ഒരു മന്ത്രമാണിത്. ഒരു 44 തവണ ജപിച്ചാൽ മതി. ഇത് ജീവിതത്തിൽ ഒട്ടനവധി സന്തോഷം തരുമെന്നുറപ്പ്. പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാർ പെൺകുട്ടികളെ കൊണ്ട് ഇത് ജപിപ്പിക്കുക. നല്ല വിവാഹം നടക്കുവാനും നല്ല ഭർത്താവിനെ കിട്ടാനും വിവാഹ തടസ്സമുണ്ടാകാതിരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ശ്രീ പാർവതീദേവിയുടെയും മഹാദേവന്റെയും ജീവിതം മനസ്സിൽ ഓർത്തുകൊണ്ട് അവരുടെ സന്തോഷപ്രദമായ ആ മുഖം മനസ്സിലെടുത്തുകൊണ്ട് ജപിക്കുക. ശിവനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനുമില്ല. കാലത്തോ വൈകിട്ടോ തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തിങ്കളാഴ്ച ദിവസം തൊഴുതു വന്നിട്ടത് ജപിച്ചാൽ ഇരട്ടി ബലം. അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ച ശേഷം മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുക. ഒരിക്കൽ കൂടി എടുത്താൽ വളരെ നല്ലതാണ്. ഇനി മന്ത്രം എന്താണെന്ന് പറയാം. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമഃ. ഇതിൻ്റെ അർത്ഥം, ദേവി അമ്മേ, ലളിതയും സൗഭാഗ്യവതിയുമായ ദേവി, സുഖവും സൗഭാഗ്യങ്ങളും എനിക്കും തരണേ. നമ്മുടെ ജീവിതത്തിൽ സുഖവും സൗഭാഗ്യവും തന്ന് എന്നെ അനുഗ്രഹിക്കണേ. എനിക്കിപ്പോഴുള്ള ഈ സൗഭാഗ്യങ്ങൾ എന്നും നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമഃ ശിവായ.